അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വന്തം പിതാവിനെ ഒരു നോക്കുപോലും കാണാൻ ഭാഗ്യമില്ലാതിരുന്ന ഒരു കുട്ടി, സ്വന്തം ഉമ്മയെ തൻ്റെ കൺമുന്നിൽ വെച്ചുകൊണ്ട് പിടഞ്ഞു മരിക്കേണ്ടത് കാണേണ്ടി വന്ന ഒരു കുട്ടി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യകാലം അതത്ര രസകരമായിരുന്നില്ല. വേദനകൾ നിറഞ്ഞ ആ ദുരിതപൂർണമായ ബാല്യകാലത്തിലൂടെ അനാഥത്വത്തിൻ്റെ പടുകുഴിയിലേക്ക് പ്രവാചകൻ എത്തിപ്പെടുകയാണ്. മദീനയിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയുടെ വിയോഗശേഷം മക്കയിലെത്തിയപ്പോൾ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബിൻ്റെ പൂർണ്ണമായ സംരക്ഷണത്തിലേക്കാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തപ്പെടുന്നത്. പ്രവാചകന്റെ പിതാവായിരുന്ന അബ്ദുള്ള ഈ അബ്ദുൽ മുത്തലിബിൻ്റെ പ്രിയപ്പെട്ട സന്താനമായിരുന്നു. ഇനി ഈ സ്നേഹവും കരുണയൊക്കെ നൽകേണ്ടത് ഈ തൻ്റെ പ്രിയപ്പെട്ട ഈ പേരക്കുട്ടിയായ മുഹമ്മദിലേക്കാണ്. അബ്ദുൽ മുത്തലിബ് ഈ കുഞ്ഞിനെ വളരെയധികം സ്നേഹിക്കുകയും പരിലാളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. കാരണം ഉമ്മയും ഉപ്പയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുഞ്ഞിനെ അവശേഷിപ്പിച്ച് വിടവാങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെതായ സഹതാപവും സ്നേഹമൊക്കെ മക്കയിലെ അധികം ആളുകൾക്കും, പ്രത്യേകിച്ച് അബ്ദുൽ മുത്തലിബിന്, വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അബ്ദുൽ മുത്തലിബ് അന്ന് മക്കയുടെ ഭരണാധികാരിയാണല്ലോ. കഅബയുടെ സമീപത്ത് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഇരിപ്പിടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ഇരിക്കും. മക്കയിലെ എല്ലാ ഗോത്ര നേതാക്കളും പ്രമുഖരൊക്കെ അബ്ദുൽ മുത്തലിബിനെ കാണാൻ വേണ്ടി അവിടേക്കാണ് എത്തുക. ആ സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ എപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ചുമലിൽ കയറിയും മടിയിലിരുന്നും അദ്ദേഹത്തിൻ്റെ മുടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ട് എപ്പോഴും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ മുത്തലിബിൻ്റെ കൂടെ ഉണ്ടാകും. അബ്ദുൽ മുത്തലിബിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു ഇരിപ്പിടം അക്കാലത്ത് കഅബയുടെ സമീപത്തുണ്ടായിരുന്നു. അതൊരു രാജാവിൻ്റെ പ്രൗഢഗംഭീരമായ ഒരു സിംഹാസനമൊക്കെ പോലെ തന്നെ കഅബയുടെ നിഴലിൽ അത് ഒരു ഇരിപ്പിടം അദ്ദേഹത്തിന് വേണ്ടി വിശ്രമിക്കാനും കിടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്നൊരു ഇരിപ്പിടം ഉണ്ടായിരുന്നു. അവിടെ മറ്റാരും ഇരിക്കുമായിരുന്നില്ല. പ്രത്യേകിച്ച് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ പോലും അവിടെ ഇരിക്കുമായിരുന്നില്ല, ചെറിയ മക്കൾ പോലും. എന്നിട്ടും ചെറിയ കുഞ്ഞായിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അബ്ദുൽ മുത്തലിബിൻ്റെ ഇരിപ്പിടത്തിൽ കയറി ഇരിക്കുമായിരുന്നു. മക്കയിലെ ആളുകളൊക്കെ വന്നുകൊണ്ട് പറയും, മുഹമ്മദ് നീ അവിടെ ഇരിക്കരുത്, ഇത് വല്യപ്പയുടെ സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇറക്കാൻ ശ്രമിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബ് ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അവരൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടെ ഇരുത്തും. എന്നിട്ട് പറയുമായിരുന്നു, എൻ്റെ പേരക്കുട്ടിയെ കാത്ത് അനിർവചനീയമായ അനിയന്ത്രിതമായ ഒരുപാട് മനോഹരമായ അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, വലിയ സൗഭാഗ്യങ്ങൾ അവരെ തേടി വരാനുണ്ട് എന്നതൊക്കെ വലിയൊരു പ്രവചനം പോലെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു വെക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കലാണ് ഇങ്ങനെ ഒരുപാട് ചർച്ചകളൊക്കെ ആയിട്ട് മക്കയിലെ പല പ്രമുഖരായ നേതാക്കന്മാരും അവിടേക്ക് വരും. അബ്ദുൽ മുത്തലിബിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ചില സമയങ്ങളിലൊക്കെ വളരെ 6 വയസ്സും 8 വയസ്സുള്ളായിരുന്ന ആ ചെറിയ കുഞ്ഞിനോട് ചില കാര്യങ്ങളിലൊക്കെ അബ്ദുൽ മുത്തലിബ് അഭിപ്രായം ചോദിക്കുമായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായിരുന്നു. കാരണം അത്രയും ചെറുപ്പത്തിൽ തന്നെ പ്രവാചകൻ അത്രത്തോളം പക്വതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സദാ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയൊക്കെ ചെയ്യുന്നതിൽ വലിയ പേരായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നും മുന്നിലുണ്ടായിരുന്നു. ആ ഒരു പരിലാളന കൊണ്ട് തന്നെ മക്കയിൽ എല്ലാവർക്കും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പ്രിയപ്പെട്ടതായി മാറി. ഇങ്ങനെ മക്കയിലെ ആളുകൾ അവിടേക്ക് വരികയും അവർ നടത്തുന്ന മീറ്റിങ്ങുകളും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു തുടങ്ങിയാണ്. മക്കയിലെ ഒരു നേതാവായി വളരാനുള്ള പ്രവാചകനെ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഖുറൈശികളുടെ ഒരു ഒട്ടകം നഷ്ടപ്പെട്ടു. ഒട്ടകം എന്ന് പറഞ്ഞത് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ നല്ല അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ അതൊരു അത്രയും വിലപിടിപ്പുള്ള ഒരു മുതലാണത്. ഇന്ന് നമ്മുടെ ഒരു കാറിൻ്റെ ഒക്കെ വില വരും ഒരു ഒട്ടകത്തിന്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു വസ്തുവാണ് അന്നത്തെ കാലത്ത് ഒട്ടകം. അങ്ങനത്തെ ഒരു ഒട്ടകമാണ് അന്ന് ഖുറൈശികൾക്ക് നഷ്ടപ്പെടുന്നത്. എല്ലാവരും തിരഞ്ഞു പോയിട്ടും കാണാനില്ല. അങ്ങനെ ഇരിക്കുകയാണ് അബ്ദുൽ മുത്തലിബ് തൻ്റെ പേരക്കുട്ടിയായിരുന്ന ചെറിയ മുഹമ്മദിനെ അതിനെ തിരയാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുൽ മുത്തലിബ് തിരയാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. രാത്രിയായിട്ട് പ്രവാചകൻ തിരിച്ചു വരുന്നു. എല്ലാവരും പരിഭ്രാന്തരായി. അബ്ദുൽ മുത്തലിബൊക്കെ ഏറെ വേദനിക്കുന്നുണ്ട്. അങ്ങനെ ഏറെ സമയം വൈകി രാത്രിയോടടുത്തപ്പോഴാണ് ഒട്ടകത്തെയും പിടിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിദൂരതയിൽ നിന്ന് അവിടേക്ക് നടന്നു വരുന്നത്. ഉടനെ അബ്ദുൽ മുത്തലിബ് ഓടിച്ചെല്ലുന്നു. ആ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി ഒരിക്കലും നീ എൻ്റെ കൺവട്ടത്തിൽ നിന്ന് പോകരുത്, എപ്പോഴും എൻ്റെ കൂടെ വേണം. അങ്ങനെയൊക്കെ പറഞ്ഞ് അത്രത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ഒട്ടകത്തെ തിരയാൻ പോലും അവർ പറഞ്ഞേക്കുമായിരുന്നു. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അന്നേ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ അത്ഭുതപൂർണമായ
വളരെ വലിയൊരു ബർക്കത്ത് ആ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഹലീമ ബീവിയുടെ സംഭവം മുതൽ നമ്മൾ കണ്ടുവരുന്ന ഒന്നാണത്. അങ്ങനെ എല്ലാ ഘടകങ്ങളിലും അബ്ദുൽ മുത്തലിബിന്റെ കൂടെ തന്നെ മക്കയുടെ ചരിത്ര നിർമ്മിതിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയൊരു പങ്ക് വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിന് വീട്ടുകാർ ഭക്ഷണം വിളമ്പി വെച്ചാൽ ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെ വിളിച്ച് തൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് ഒപ്പം ഇരുന്നിട്ടാണ് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുക. എല്ലാ സമയത്തും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. അങ്ങനെ എല്ലാവിധ സംരക്ഷണങ്ങളും ചുമതലകളും ഭക്ഷണമൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അബ്ദുൽ മുത്തലിബ് സദാ കൃത്യമായി നിർവഹിച്ചു പോകുന്നിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൻ്റെ മക്കളോടുള്ള അതേ സ്നേഹം, അല്ലെങ്കിൽ അതിനേക്കാൾ സ്നേഹം പേരക്കുട്ടിയായിരുന്ന പ്രവാചകനോട് അബ്ദുൽ മുത്തലിബിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8ാമത്തെ വയസ്സിലിരിക്കുമ്പോഴാണ് വല്യപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബും ഈ ലോകത്തോട് വിട പറയുന്നത്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാപൂർണമായ ഒരു നിമിഷമായിരുന്നു അത്. കാരണം പിതാവിൻ്റെ മരണവാർത്ത, അതിനുശേഷം മാതാവിൻ്റെ വിയോഗം, തുടർന്ന് തന്നെ സംരക്ഷിച്ചിരുന്ന, ചേർത്ത് പിടിച്ചിരുന്ന വല്യപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബും ഒരു സുപ്രഭാതത്തിൽ തന്നെ വിട്ടുപോവുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനാഥത്തിൻ്റെ കൈപ്പേറിയ ദിവസങ്ങളിലൂടെയാണ് പ്രവാചകൻ അന്ന് നടന്നു നീങ്ങുന്നത്. ആ മരണത്തിൻ്റെ വേളയിൽ അബ്ദുൽ മുത്തലിബ് തൻ്റെ എല്ലാ മക്കളെയും അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ അബ്ദുൽ മുത്തലിബ് വീതം വെച്ച് കൊടുക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അബ്ദുൽ മുത്തലിബിന് 10 മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഓരോ മക്കൾക്കും ഓരോ ഡ്യൂട്ടികൾ നിർവഹിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു മകനായിരുന്ന അബൂ ത്വാലിബിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നൽകുന്ന ഡ്യൂട്ടി പേരക്കുട്ടിയായിരുന്ന ഈ അനാഥനായ മുഹമ്മദിന്റെ ചുമതലയായിരുന്നു. അതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. കാരണം തൻ്റെ മകനായിരുന്ന അബ്ദുള്ളയുടെ അതേ ഉമ്മ തന്നെയാണ് അബൂ ത്വാലിബിന്റെയും ഉമ്മ, അഥവാ അവർ ഒരു ഉമ്മയിൽ നിന്നുണ്ടായ ഒരേ സഹോദരന്മാരാണ്. അതുകൊണ്ട് തന്നെ അബ്ദുള്ളയുടെ മകനെ നോക്കാനുള്ള ഉത്തരവാദിത്തം അതേ ഉമ്മയിൽ നിന്നുണ്ടായ സഹോദരനായ അബൂ ത്വാലിബിനെയാണ് അബ്ദുൽ മുത്തലിബ് ഏൽപ്പിക്കുന്നത്. മാത്രമല്ല മറ്റു മക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അബൂ ത്വാലിബ് അന്നേ നല്ല ശീലങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന നല്ലൊരു മനുഷ്യനായിരുന്നു. മറ്റുള്ള മക്കളൊക്കെ പലരും മദ്യവും മറ്റു ദുഷിച്ച ആചാരങ്ങളും ചിന്താഗതികളൊക്കെ വെച്ച് പുലർത്തുമ്പോൾ അബൂ താലിബ് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. അന്ന് മുതലേ മദ്യം പോലും ഉപയോഗിക്കാത്ത അത്രയും ശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനായിരുന്ന അബൂ താലിബിനെ വിളിച്ചിട്ട് ഈ പേരക്കുട്ടിയായ മുഹമ്മദിന്റെ ചുമതലയും ഉത്തരവാദിത്തങ്ങളൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം 8ാമത്തെ വയസ്സിൽ അവരെത്തുമ്പോഴേക്കും നിരവധി വേദനകളിലൂടെ കടന്നു പോകാൻ പ്രവാചകന്റെ ജീവിതം നിയോഗിക്കപ്പെടുകയാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ്, ഉമ്മ, അവസാനം വല്ലിപ്പയും വിടവാങ്ങുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനാണ് ഇങ്ങനെയൊരു വേദനകളിലൂടെ മാത്രം അള്ളാഹു ജീവിതം ഇങ്ങനെ കടത്തി വിടുന്നത് എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം സമ്പന്നനായ ഒരു വീട്ടിൽ പ്രവാചകനെ വളർത്താമായിരുന്നു, അള്ളാഹു അത് ചെയ്തിട്ടില്ല. മറിച്ച് വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ യത്തീമായിട്ട് ഉമ്മയും ഉപ്പയും ഒന്നുമില്ലാതെ അവസാനം ആശ്രയമായി ഉണ്ടായിരുന്ന പിതാമകനും കൂടെ വിടവാങ്ങുകയാണ്. ഇങ്ങനെ വളരെ വേദനാപൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് പ്രവാചകന്റെ ബാല്യകാലം മുഴുവനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തള്ളി നീക്കേണ്ടി വരുന്നത്. ആ ചരിത്രം നമ്മളിങ്ങനെ പോയി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്തിനായിരുന്നു ഇത്രത്തോളം വേദനകൾ. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിയോഗം വരാനുണ്ട്. അള്ളാഹുവിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം പ്രവാചകനിലേക്ക് എത്താനുണ്ട്. ആ സമയത്ത് ഒരുപാട് പരീക്ഷണങ്ങളെ അതിജയിക്കാൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയാണ് എന്നതാണ് നമുക്ക് ഈ പാഠങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ച് ബുദ്ധിമുട്ടുകളൊന്നും അറിയാതെ, വേദനകളൊന്നും അറിയാതെ ഒരു ജീവിതമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നയിക്കാനുള്ളത് എങ്കിൽ ഭാവിയിൽ വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും വലിയ വലിയ വേദനകളൊക്കെ വരുമ്പോൾ പ്രവാചകൻ അതിൽ തളർന്നു പോകും. അതുകൊണ്ട് തന്നെ അതൊന്നുമില്ലാതെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയേറെ വേദനകളിലൂടെ പ്രവാചകന്റെ ജീവിതം കടന്നു പോകുന്നുണ്ട്. പ്രവാചകന്മാരുടെ ജീവിതം പൊതുവേ അങ്ങനെയാണല്ലോ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥയും നമുക്കറിയുന്നതാണ്. എല്ലാ ആൺമക്കളെയും കൊന്നുകളയാനാണ് ഫറോവ എന്ന് വിധി പ്രഖ്യാപിക്കുന്നത്. എന്നിട്ടും മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു വളർത്തുന്നത് ആ ഫറോവയുടെ കൊട്ടാരത്തിലാണ്. എല്ലാ മക്കളെയും കൊന്നുകളയാൻ ഉത്തരവിടുമ്പോഴും ഒരു മകനെ, ഒരു മൂസാ അലൈഹി സ്വലാമിനെ അവിടെ ബാക്കിയാക്കുകയും ആ മൂസാ നബി അലൈഹി സ്വലാമിനെ വളരാൻ വേണ്ടിയിട്ട് ഉമ്മ പുഴയിലേക്ക് എറിയുകയാണ്. അങ്ങനെയാണ് ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതും അവിടെ നിന്നും മുലയൂട്ടാൻ വേണ്ടി സ്വന്തം ഉമ്മയൊക്കെ വിളിച്ചു വരുത്തുന്ന ആ ജീവിത കഥകളൊക്കെ നമുക്കറിയുന്നതാണ്. ഇതുപോലെ തന്നെ വളരെ വേദനാപൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് പ്രവാചകന്റെ ജീവിതവും കടന്നു പോകുന്നത്. അതിൻ്റെ ബാക്കി പത്രങ്ങളിലേക്ക് നമ്മൾ നീളുമ്പോഴും അവിടെയും വേദനകൾ അവസാനിക്കുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹശേഷവും മക്കളുണ്ടാകുമ്പോഴൊക്കെ വേദനാപൂർണമായ ജീവിത സാഹചര്യങ്ങളാണ്
പ്രവാചകനെ വീണ്ടും കാത്തിരിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ എല്ലാവിധ പരീക്ഷണങ്ങളിലൂടെയും, ഒരു മനുഷ്യനെ താങ്ങാൻ പറ്റുന്ന എല്ലാവിധ പരീക്ഷണങ്ങളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ജീവിതത്തെ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അത്രത്തോളം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു എടുക്കുന്ന തീരുമാനങ്ങളായിരുന്നത്. അങ്ങനെ ഈ അനാഥത്വത്തിന്റെ നാളുകളിലൂടെ പ്രവാചകൻ ഇങ്ങനെ നടന്നുപോയ ആ വേദനയുടെ പാഠങ്ങളാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹീന്റെ അവസരങ്ങളിലൊക്കെ എത്തുമ്പോൾ ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, നബിയെ, എൻ്റെ ഹൃദയം വല്ലാതെ വരണ്ടു പോയിരിക്കുന്നു നബിയെ, ഞാൻ എന്ത് ചെയ്യണം? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് കൊടുക്കുന്ന മറുപടി, നീ ഒരു അനാഥനെ തലോടൂ എന്നുള്ളതാണ്. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഒരു അനാഥന്റെ വേദന എങ്ങനെയാണ് എന്നുള്ളത്. സൂറത്തുൽ ദുഹായിൽ അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നബിയെ, അങ്ങൊരു യതീമായിരുന്നു, ആരുമില്ലാത്ത ആളായിരുന്നു, ദരിദ്രനായിരുന്നു, അങ്ങക്ക് ഞാൻ എല്ലാം തന്നു, തരാൻ പറ്റുന്ന എല്ലാം തന്നു, സമ്പത്ത് തന്നു, കൂടെ ചേർക്കാൻ ആളുകളെ തന്നു, എല്ലാം അങ്ങക്ക് ഞാൻ തന്നു. എന്നാലും നിങ്ങൾ ഇനിയും നിങ്ങളെപ്പോലെ അനാഥരായ ഒരുപാട് മനുഷ്യരുണ്ട്, അവരെ നിങ്ങൾ സംരക്ഷിക്കണം. നിങ്ങൾക്ക് ഞാൻ സമ്പത്ത് തന്നെങ്കിലും ഇതുപോലെ ഇന്നും ചോദിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെ ചോദിച്ചു വരുമ്പോൾ നിങ്ങൾ അവരെ തട്ടിയകറ്റരുത് എന്നൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു ഖുർആനിലൂടെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പാഠങ്ങളെ മുഴുവനുമാണ് ആ ജീവിതത്തിൽ പിന്നീട് ഉടനീളം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ അനാഥ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തം മക്കളെ തലോടരുതേ എന്ന് പ്രവാചകൻ പറയുന്നത് ആ ജീവിതത്തിൽ നിന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിച്ചെടുത്ത പാഠമാണ്. എപ്പോഴെങ്കിലും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മയും ഉപ്പയും ഒന്നും ഇല്ലാത്ത അവസരങ്ങളിലും മക്കയിലെ വീടുകളിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വന്തം മക്കളെ അവരുടെ മാതാപിതാക്കൾ താലോലിക്കുന്നതോ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ പ്രവാചകൻ കണ്ടിരിക്കാം. ആ വേദനയുടെ പാഠങ്ങളാണ് പിന്നീട് വളർന്ന് വലുതായി തൻ്റെ ഏറെ പ്രായം ചെന്ന് നിൽക്കുമ്പോഴും പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ അനുചരർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അനാഥരായ മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളെ താലോടരുത്, അവർക്ക് സ്നേഹം പങ്കിടരുത്, അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക, യതീമുകളെ നിങ്ങൾ ചേർത്ത് പിടിക്കുക എന്ന വലിയ പാഠം ഈ പ്രവാചകൻ്റെ ജീവിതത്തിൽ നിന്നാണ് പ്രവാചകൻ പഠിക്കുന്നത്. കാരണം ആ ജീവിത പാഠശാല തന്നെയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ അധ്യാപനങ്ങൾ. മാത്രമല്ല പ്രവാചകൻ പറയുന്നുണ്ട്, ഞാനും അനാഥ സംരക്ഷകരും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും എന്നുള്ള പാഠവും പ്രവാചകർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വളരെയേറെ മനോഹരമായ പാഠങ്ങളാണ് ഈ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി പ്രവാചകനെ ഇങ്ങനെ പാകപ്പെടുത്തി എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയേറെ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം പിന്നീട് വളർന്നു വരുമ്പോൾ അയാൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വരുമ്പോൾ അയാൾ ഒരിക്കലും തളരില്ല. വലിയ വലിയ പാഠങ്ങൾ ഈ ജീവിത സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ വരുന്നത് അബൂ ത്വാലിബിൻ്റെ വീട്ടിലേക്കാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ പതിവിന് വിപരീതമല്ല, വളരെ ദരിദ്രമായ കുടുംബമാണ്. 6 മക്കളായിരുന്നു അബൂ താലിബിനുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എടുത്തുദ്ധരിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹു, പിന്നെ ത്വാലിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകനുണ്ട്, ജഅഫർ റളിയല്ലാഹു അൻഹു, പിന്നെ പെൺമക്കളായിട്ട് ജുമാന, ഉമ്മു ഐമൻ തുടങ്ങിയ സ്വഹാബി വനിതകളും പ്രമുഖരൊക്കെ അടങ്ങുന്ന കുടുംബമാണത്. ഇങ്ങനെ 6 മക്കളായിട്ട് വളരെ ദരിദ്രമായിട്ട് നീങ്ങുന്ന കുടുംബമാണ്. വലിയ കാര്യമായിട്ടുള്ള സാമ്പത്തികമായ നേട്ടങ്ങളൊന്നും ആ കുടുംബത്തിനില്ല. ആ വീട്ടിലേക്കാണ് അബ്ദുള്ളയുടെ മകനായിരുന്ന അനാഥനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കടന്നു വരുന്നത്. അതോടുകൂടെ തന്നെ കുടുംബത്തിലെ വളരെ ദരിദ്രമായ സാഹചര്യങ്ങളാണ് വീണ്ടും ഉണ്ടാകുന്നത്. കാരണം വിശപ്പാണ്, എപ്പോഴും പട്ടിണിയാണ്. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ ഇവർ ഏറെ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അവിടെ ഭക്ഷണം വരിക. ഭക്ഷണം മേശപ്പുറത്ത് വിളമ്പി വെക്കുമ്പോൾ പോലും എല്ലാ മക്കളും വന്ന് വളരെ ആർത്തിയോടെ ഭക്ഷണം എടുത്തിട്ട് കഴിക്കാനും കഴിച്ചിട്ട് അവർ തിരിച്ചു പോകാനും തുടങ്ങും. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ഒരു പണി എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചു പോകാൻ കാത്തിരിക്കും. അന്നു മുതലേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ പക്വമായ നിലപാടുകളായിരുന്നു ജീവിതത്തിൽ. എല്ലാ മക്കളും വന്ന് ഭക്ഷണമൊക്കെ എടുത്ത് പോയതിന് ശേഷം മാത്രം വന്നിട്ട് ബാക്കിയുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുന്ന വളരെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു പ്രവാചകനെന്ന് നമുക്ക് ആ ചരിത്ര രേഖകളിൽ കാണാൻ സാധിക്കും. ഇത് ഒരിക്കലും അബൂ താലിബ് അറിയായിരുന്നില്ല. ഒരിക്കൽ അബൂ താലിബ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. എല്ലാ മക്കളും ഭക്ഷണം എടുക്കുന്നു, അവരൊക്കെ കഴിച്ചു പോയതിന് ശേഷം മാത്രം പ്രവാചകൻ അവിടെ വരികയും ഭക്ഷണം കഴിച്ചു പോവുകയൊക്കെ ചെയ്യുന്നത്. ഉടനെ ഈ ഭാര്യയായിരുന്ന ഫാത്തിമ ബീവിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒരിക്കലും ഇനി ഇങ്ങനെ ഉണ്ടാവരുത്, മുഹമ്മദിന് ആദ്യം ഭക്ഷണം കൊടുക്കണം, എന്നിട്ട് മതി നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. തൻ്റെ സ്വന്തം മക്കളെക്കാൾ ആ ഉമ്മയും ഉപ്പയും അബൂ ത്വാലിബും ഫാത്തിമ ബീവിയും തങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മകനായിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ കാഴ്ച. അത് വർഷങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീവി വഫാത്താവുന്ന വേളയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഏറെ വേദനിച്ച ജീവിതത്തിൽ ഒരു സാഹചര്യമായിരുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കരയുമ്പോൾ സഹാബത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ എന്തു പറ്റി? ആ സമയത്ത് പ്രവാചകൻ ആ വേദനിക്കുന്ന ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കുന്നുണ്ട്. ഫാത്തിമ എനിക്കെൻ്റെ ഉമ്മയെ പോലെയായിരുന്നു സഹാബ. അവരെൻ്റെ മുടി ചീകിത്തരുമായിരുന്നു. അവരുടെ മക്കളെ ഊട്ടുന്നതിന് മുൻപേ അവരെന്നെ ഊട്ടുമായിരുന്നു. എനിക്ക് ഭക്ഷണം വാരിത്തരുമായിരുന്നു. അവരെന്നെ കളിപ്പിക്കുമായിരുന്നു. അവരെന്നെ എങ്ങനെ ചേർത്ത് പിടിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അബൂ ത്വാലിബിൻ്റെ ഭാര്യയായിരുന്ന ഫാത്തിമ ബീവിയുടെ ഓർമ്മകളിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വഫാത്തിൻ്റെ വേളയിൽ ഏറെ വേദനിക്കുന്നുണ്ട്. സ്വന്തം മക്കളെക്കാൾ അവർ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിച്ച രംഗങ്ങളായിരുന്നു അത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബാല്യകാലത്ത് ഏറ്റവും നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം എന്നുള്ളത് പ്രവാചകന്റെ സിറിയയിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. ചില കിതാബുകളിൽ നമുക്കത് 9-ാമത്തെ വയസ്സിലായിരുന്നു എന്ന് കാണും. ചില ഗ്രന്ഥങ്ങളിൽ അത് 12-ാമത്തെ വയസ്സിലായിരുന്നു എന്നുള്ളതും. സിറിയയിലേക്കുള്ള യാത്ര വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. നമ്മൾ മുൻപ് സൂചിപ്പിച്ച ഒരു ഘടകമായിരുന്നു അത്. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട വരുമാന മാർഗം കച്ചവടമായിരുന്നു. വർഷത്തിൽ 2 തവണ നടക്കുന്ന കച്ചവട യാത്രകൾ. അത് ഈ വർഷം ഇനി നടക്കാനിരിക്കുന്നത് സിറിയയിലേക്കാണ്. അബൂ ത്വാലിബ് കച്ചവടക്കാരനായിരുന്നു. സ്വാഭാവികമായും അദ്ദേഹത്തിന് സിറിയയിലേക്ക് പോകണം. സിറിയയിലേക്ക് പോകാനുള്ള കച്ചവട ചരക്ക് ഇങ്ങനെ ഒരുക്കുമ്പോഴാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഞാനും വരട്ടെ കൂടെ. സ്വാഭാവികമായിട്ടും തൻ്റെ ഈ കുഞ്ഞിനെ വിട്ടുപിരിയാൻ അബൂ ത്വാലിബിന് ഏറെ വിഷമമുണ്ട്. എങ്കിലും ഈ കുഞ്ഞിനെ എങ്ങനെയാണ് ഞാൻ ഈ യാത്രയിൽ കൂടെ കൂട്ടുക? മാസങ്ങൾ നീണ്ട യാത്രയാണ്. പലരും വിടവാങ്ങിയിട്ടുള്ളത് ഈ യാത്രയിലെ രോഗങ്ങൾ കാരണമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ മരിക്കുന്നത് പോലെ ഒരു കച്ചവട യാത്രയിലാണ്. ഉമ്മ മദീനയിലേക്ക് പോകുമ്പോഴാണ് മരിക്കുന്നത്. ഇങ്ങനെ പലരും ഈ യാത്രയിലാണ് മരിക്കുന്നത്. കാരണം യാത്രകൾ എന്നത് അക്കാലത്ത് വളരെ കഷ്ടത നിറഞ്ഞ, ചിലവ് പട്ടിണി കിടക്കേണ്ടി വരും, അത്രയും ദുരിതപൂർണമായ സാഹചര്യമായിരിക്കും. ഇങ്ങനെ ഒരു വേളയിൽ എങ്ങനെയാണ് ഞാൻ ഈ ചെറിയ കുട്ടിയായ മുഹമ്മദിനെ കൂടെ കൂട്ടുക എന്നൊരു വേവലാതിയായിരുന്നു അബൂ ത്വാലിബ് ഉണ്ടായിരുന്നത്. എങ്കിലും ഈ കുഞ്ഞിങ്ങനെ വാശി പിടിക്കുമ്പോൾ എങ്ങനെയാണ് അവനെ കൊണ്ടുപോകാതിരിക്കുക? മാത്രമല്ല അത്രയും പ്രിയപ്പെട്ട മകനാണ്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അബൂ ത്വാലിബ് ഒരു തീരുമാനമെടുക്കുകയാണ്. ഇത്തവണത്തെ സിറിയ യാത്രയിലേക്ക് ഞാൻ എൻ്റെ മുഹമ്മദിനെയും കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ കച്ചവടത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നു. അങ്ങനെ അവർ സിറിയയിലേക്ക് പുറപ്പെടുകയാണ്. അന്നത്തെ സിറിയ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ, ഇവരിങ്ങനെ യാത്ര പോകുന്ന വേളയിൽ പലപ്പോഴായിട്ട് ഓരോ വിശ്രമ കേന്ദ്രങ്ങൾ ഉണ്ടാവും. ദീർഘദൂര മരുഭൂമിയിലൂടെ യാത്ര ആയതുകൊണ്ട് തന്നെ വിശ്രമിക്കാനും ഇങ്ങനെ ഓരോ വെയിറ്റിംഗ് പോയിന്റുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വെയിറ്റിംഗ് പോയിന്റ് ആയിരുന്നു ജെറുസലേമിൻ്റെയും ഡമസ്കസിൻ്റെയും ഇടയിലുള്ള ബുസ്ര എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം. അവിടെ വലിയൊരു ക്രിസ്തീയ മഠം ഉണ്ടായിരുന്നു. ഈ ബുസ്ര എന്ന സ്ഥലത്ത് ഒരു കുന്നിൻ മുകളിൽ ഒരു ക്രിസ്ത്യൻ മഠം ഉണ്ടായിരുന്നു. ഒരുപാട് കാലമായിട്ട് ഉള്ളൊരു മഠമാണ്. മാത്രമല്ല അവിടെ ഓരോ കാലത്തും ഓരോ പുരോഹിതന്മാരായിരിക്കും. അന്നത്തെ കാലത്ത് അവിടെ ജീവിച്ചിരുന്നത് ബഹീറ എന്നൊരു പുരോഹിതനായിരുന്നു. അങ്ങനെ ഇവർ ഡമസ്കസിന്റെയും ജെറൂസലേമിന്റെ ഇടയിലുള്ള ബുസ്ര എന്ന സ്ഥലത്തെത്തി ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഈ കുന്നിൻ മുകളിലുള്ള ഈ ക്രിസ്ത്യൻ മഠത്തിൽ നിന്നുള്ള ബഹീറ ഈ കച്ചവട സംഘത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിന് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവരിങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ മേഘം ഇവർക്ക് തണലിട്ട് കൊടുക്കുകയാണ്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത്. മേഘം അവരുടെ വെയിലിൽ നിന്ന് അവരെ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്നു. മാത്രമല്ല ആ കച്ചവട സംഘം ഇങ്ങനെ വന്ന് ആ കുന്നിന് താഴെയുള്ള ഒരു മരച്ചുവട്ടിലിരുന്ന് വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ആ മരച്ചുവട്ടിലിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മരം തണലിട്ട് കൊടുക്കുന്നു. വെയിൽ ഏതു ഭാഗത്തേക്കാണോ വരുന്നത് മരം അതിൻ്റെ ചില്ലകൾ ആ ഭാഗത്തേക്ക് ആക്കി കൊടുക്കുന്നു. ഇങ്ങനെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചക്കാണ് ആ വലിയ പുരോഹിതനായിരുന്ന ബഹീറ സാക്ഷ്യം വഹിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ രസകരമായ സംഭവം എന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് ഇതിലൂടെ ഈ യാത്രാ സംഘങ്ങൾ പോകുന്നുണ്ട്. മക്കയിൽ നിന്ന് എല്ലാ വർഷവും സിറിയയിലേക്ക് കച്ചവട സംഘങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ ബഹീറ ഇതുപോലത്തെ ഒരു അവസരത്തിന് സാക്ഷിയായ വേണ്ടി വന്നിട്ടില്ല. ഇതുവരെ ഇങ്ങനൊരു അത്ഭുത പ്രവൃത്തി അവിടെ നടന്നിട്ടില്ല. ഇത്രയും കാലം യാത്രാ സംഘങ്ങൾ അതിൽ പോകുന്നു, ബഹീറ ഇവിടെ ഇരിക്കുന്നു. യാത്രാ സംഘങ്ങൾ ബഹീറ യാത്രാ സംഘത്തെ ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ഇന്ന് വളരെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച അവിടെ സംഭവിച്ചു. ഉടനെ ബഹീറ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഒരു പ്രവാചകൻ ഇവിടെ വരാനുണ്ട്. ഒരു പ്രവാചകൻ വളരെ അടുത്ത കാലത്തായിട്ട് ഇവിടെ സംഭവിക്കാറുണ്ട്. കാരണം അവരുടെ ഗ്രന്ഥങ്ങളിൽ ആ പ്രവാചകന്റെ എല്ലാവിധ സാന്നിധ്യത്തെക്കുറിച്ചും തെളിവുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകന്റെ വരവ് അദ്ദേഹം ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മോഹങ്ങൾ പൊട്ടിടുന്നു. ഇനി ആ പ്രവാചകനെങ്ങാനും ആ കൂട്ടത്തിൽ ഉണ്ടാവുമോ? ഉടനെ ബഹീറ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്നത്തെ ഉച്ചഭക്ഷണം ഞങ്ങളുടെ മഠത്തിലാണ്. ഒരാളെയും ഒഴിവാക്കാതെ എല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് വേണ്ടി അവിടെ എത്തണം.
യാത്രക്കാർക്ക് സന്തോഷമായി. കാരണം ഇത്രയും ദീർഘദൂര യാത്രയിൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവർ കൊണ്ടുവന്ന ഭക്ഷണം ഒരു നേരത്തെ കൂടെ ഇവർക്ക് സേവ് ചെയ്യാനുള്ള ഒരു അവസരം. അങ്ങനെ ഇവർ വിളിക്കുന്നു. ബഹീറ തിരിച്ചു പോയിട്ട് അവിടെ മഠത്തില് അവരുടെ സേവകന്മാരുമായിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നു. അങ്ങനെ എല്ലാ തിരക്കുകളിലേക്ക് ഏർപ്പെടുകയാണ്. അങ്ങനെ ഭക്ഷണത്തിന്റെ സമയമായി. എല്ലാ യാത്രക്കാരും അങ്ങനെ ക്രിസ്തീയ ആ മഠത്തിലേക്ക് ചെല്ലുകയാണ്. ബഹീറ വാതിൽക്കൽ തന്നെ നിന്നിട്ട് വരുന്ന ഓരോരുത്തരെയും കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നു. ആ വരാൻ പോകുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള അടയാളങ്ങളുള്ള ആ പ്രവാചകൻ ഇക്കൂട്ടത്തിലുണ്ടോ? ഓരോരുത്തരെയും ബഹീറ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അങ്ങനെ എല്ലാവരും പോയി ഒരു അടയാളങ്ങൾ പറഞ്ഞ് ആരെയും കാണാനില്ല. അങ്ങനെ എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് ബഹീറ ചോദിക്കുന്നുണ്ട്, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വരാനുണ്ടോ? അബൂ താലിബ് മറുപടി പറയുന്നുണ്ട്, ഇല്ല, എല്ലാവരും എത്തിയിട്ടുണ്ട്. ബഹീറ പറയുന്നു, എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ആരെയോ വിട്ടുപോയിട്ടുണ്ട്. അതിൽ അബൂ താലിബ് മറുപടി പറയുന്നുണ്ട്, ഒരു കുട്ടിയെ ഞങ്ങളുടെ ചരക്കുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഒട്ടകങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ മരത്തണലിൽ നിർത്തിയിട്ടുണ്ട്. അവനല്ലാത്ത എല്ലാവരും വന്നിട്ടുണ്ട്. ബഹീർ ഉടനെ മറുപടി പറയുന്നു, ഇല്ല, ഞാൻ ആദ്യമേ പറഞ്ഞത് എല്ലാവരും വരണം, അവനെയും വിളിച്ചു കൊണ്ടുവരൂ. അങ്ങനെ സേവകർ പോയിട്ട് അവനെയും വിളിച്ചു കൊണ്ടുവരുന്നു. അവനെ കണ്ടതോടുകൂടെ തന്നെ ബഹീറക്ക് എല്ലാ സംശയങ്ങളും അവിടെ അസ്തമിച്ചു. ആ വരാൻ പോകുന്ന പ്രവാചകന്റെ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ എല്ലാ അടയാളങ്ങളും വളരെ എല്ലാ അടയാളങ്ങളും യോജിച്ച ഒരു കുട്ടിയെയാണ് ബഹീറ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കാണുന്നത്. ഉടനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് ബഹീറ സംസാരിക്കുന്നുണ്ട്. അവൻ്റെ ജീവിത ശൈലികളുമായിട്ട്, ഉറക്കം, ഭക്ഷണം, ഇങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ബന്ധപ്പെട്ടിട്ടുകൊണ്ടും ബഹീറ ഓരോ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിലുണ്ടായിരുന്ന പ്രവാചകത്വ മുദ്രയും ബഹീറ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ ഉറപ്പായി ഇതാണ് വരാൻ പോകുന്ന പ്രവാചകൻ, ഈ യുഗത്തിലേക്ക് നിയോഗിക്കപ്പെടാൻ പോകുന്ന അവസാനത്തെ പ്രവാചകൻ ഈ കുഞ്ഞാണ് എന്ന് ബഹീറക്ക് ബോധ്യപ്പെടുന്നു. ഉടനെ രക്ഷിതാവായിരുന്ന അബൂ താലിബിൻ്റെ അടുത്തേക്ക് ബഹീറ ചെല്ലുകയാണ്. എന്നിട്ട് ഈ കുട്ടിയെ പറ്റി ചോദിക്കുന്നു. ആ സമയത്ത് അബൂ താലിബിന് മറുപടി പറയുന്നുണ്ട്, അതെ, അതെൻ്റെ കുഞ്ഞാണ്. ആ സമയത്ത് ബഹീറ മറുപടി പറയുന്നു, നിങ്ങളുടെ കുഞ്ഞാവാൻ ഒരിക്കലും സാധ്യതയില്ല. ആ സമയത്ത് അബൂ താലിബ് അത്ഭുതത്തോടെ മറുപടി പറയുന്നത്, അതെ, ഇവൻ എൻ്റെ കുഞ്ഞല്ല, എൻ്റെ സഹോദരൻ്റെ പുത്രനാണ്. ആ സമയത്ത് ബഹീർ മറുപടി പറയുന്നു, അതെ, ഇപ്പോഴാണ് നിങ്ങൾ സത്യം പറയുന്നത്. കാരണം ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ആ കുഞ്ഞിന് പിതാവ് ഉണ്ടായിരിക്കുകയില്ല, അവൻ്റെ ജനനത്തിന് മുൻപേ അവൻ്റെ പിതാവ് മരണപ്പെട്ടിരിക്കും. ബഹീറ ഈ അബൂ താലിബിനെ വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഒരു വളരെ അനുഗ്രഹങ്ങൾ സംഭവിക്കാൻ പോകുന്ന കുഞ്ഞാണിത്, വരാൻ പോകുന്ന ഭാവിയിലെ പ്രവാചകനാണിവൻ. അതുകൊണ്ട് തന്നെ നിങ്ങളിവനെ അത്രയും നല്ല രീതിയിൽ സംരക്ഷിക്കണം. നിങ്ങൾ ഈ യാത്രയിൽ സിറിയയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഇവനെ കൊണ്ടുപോകരുത്, അവനെ നിങ്ങൾ തിരിച്ചയക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല, ജൂതരിൽ നിന്ന് നിങ്ങൾ ഇവനെ സംരക്ഷിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. കാരണം ജൂതർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഒരു പ്രവാചകനെ. ആ പ്രവാചകൻ മക്കയിൽ നിന്നാണ് വരുന്നത് എന്നറിഞ്ഞാൽ അവർ ഈ കുട്ടിയെ കൊല്ലാനുള്ള എല്ലാ പ്ലാനുകളും നടത്തും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ എന്ത് വില കൊടുത്ത് സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശംസിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ബഹീറ ആ യാത്രാ സംഘത്തെ തിരിച്ചയക്കുന്നത്. ഉടനെ അബൂ താലിബ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വളരെ വേദനയോടുകൂടെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് തിരിച്ചയക്കുകയാണ്. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും, അന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരേ പ്രായമാണ്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഇവർ മക്കയിലേക്ക് തന്നെ കുറച്ച് ആളുകളുടെ കൂടെ തിരിച്ചയക്കുകയാണ്. അവരെ ഒരിക്കലും കൊണ്ടുപോകുന്നില്ല. അതേ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ സിറിയയിൽ നിന്നുള്ള 2 ജൂത പട്ടാളക്കാർ ഈ ബഹീറയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ അടയാളങ്ങളുള്ള ഒരു കുഞ്ഞ് അറേബ്യയിൽ ജനിച്ചു എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്, അത് സത്യമാകാൻ സാധ്യതയുണ്ട്, അവൻ ഇവിടെ എങ്ങാനും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നതാണ് ഞങ്ങൾ. അങ്ങനെ കുറച്ച് പട്ടാളക്കാർ ബഹീറയുടെ മഠത്തിലേക്ക് വരുന്നുണ്ട്. ബഹീറ ഇവരുടെ ശ്രദ്ധ തിരിച്ചിട്ടോട്ട് പറയുന്നുണ്ട്, ഇല്ല, അവർ ഇവിടെ എത്താൻ സാധ്യതയില്ല, നിങ്ങൾക്ക് തെറ്റിയതായിരിക്കും, നിങ്ങളിപ്പോൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പട്ടാളക്കാരെ തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനിച്ച അന്നേ വാർത്ത അവർക്ക് എത്തിയിട്ടുണ്ട്. ജൂതരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നേ ബോധ്യമുള്ള കാര്യമാണിത്. ഖുർആനിൽ പറയുന്നത് പോലെ അവർക്ക് അവരുടെ മക്കളേക്കാൾ വിശ്വാസമാണ് ഈ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്നുള്ളത്. പക്ഷേ ആ പ്രവാചകൻ തങ്ങളിൽ നിന്നാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ ജൂതർ മറ്റ് യുദ്ധങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന വേളകളിൽ വളരെ രസകരമായ സംഭവം എന്ന് വെച്ചാൽ അവർ പറയുമായിരുന്നു, യുദ്ധങ്ങളിലൊക്കെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർ പറയുമായിരുന്നു,
നിങ്ങൾ ഇപ്പോൾ വിജയിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട്, അവൻ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങളോട് ഞങ്ങൾ പ്രതികാരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് അവരുടെ മക്കളെക്കാൾ വിശ്വാസമായിരുന്നു ഒരു പ്രവാചകൻ തങ്ങളിലേക്ക് വരാനുണ്ട് എന്നുള്ളത്. പക്ഷേ അറേബ്യയിൽ നിന്ന് ആ പ്രവാചകൻ വന്നു എന്നുള്ളതായിരുന്നു അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജൂത ഗോത്രത്തിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്നില്ല സൊഫിയ ബീവിയെ. സൊഫിയ ബീവി അവരുടെ ചെറിയ പ്രായത്തിലൊരു അനുഭവം ഇങ്ങനെ പറയുന്നുണ്ട്, അഥവാ അവരുടെ സഹോദരനും പിതാവും ഒരു ദിവസം വീട്ടിലേക്ക് ഇങ്ങനെ ഓടി വരയുന്നുണ്ട്. സൊഫിയ ബീവിയെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നും അവർ വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞായിരുന്ന സൊഫിയ ബീവിയെ എടുക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അന്നൊരിക്കലും അവർ അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് വരികയും ഒരുപാട് നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ സഹോദരൻ ചോദിക്കുന്നുണ്ട് പിതാവിനോട്, നമ്മൾ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട അതേ അടയാളങ്ങളുള്ള മനുഷ്യനാണോ അത്? അതേ മനുഷ്യൻ തന്നെയാണ്. ആ സഹോദരൻ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് നമുക്ക് പ്ലാൻ? ആ സമയത്ത് ആ പിതാവ് മറുപടി പറയുന്നുണ്ട്, എൻ്റെ ജീവിതകാലം മുഴുവൻ ആ മനുഷ്യനെ ഞാൻ എതിർക്കും എന്ന ഒരു വാക്യത്തിലാണ് അവരെത്തുന്നത്. കാരണം ജൂതർക്ക് ഉറപ്പാണ് പ്രവാചകൻ വരാനുണ്ട്, അത് അറേബ്യയിൽ നിന്നായി എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരുന്നത്. അങ്ങനെ അറേബ്യയുമായിട്ടുള്ള എല്ലാവിധ ശത്രുതയും അവർ അന്ന് മുതൽ പ്രഖ്യാപിക്കുകയാണ്. ഈ ഒരു സംഭവം നമുക്ക് നൽകുന്ന വലിയൊരു പാഠവും അത് തന്നെയാണ്. അഥവാ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവുകളായിട്ട് നമ്മളൊന്ന് എണ്ണുന്ന സംഭവമാണ് ഈ ബഹീറയുടെ ഈ സിറിയയിലേക്ക് പോകുന്നതിനിടയിൽ നടന്ന ഒരു സംഭവം. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഇതിൽ ചർച്ച ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ചില ആളുകളൊക്കെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ടും ഈ സംഭവം ഉദ്ധരിക്കുന്നതായിട്ട് നമ്മൾ പല അവസരങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്ന ഒരു അബദ്ധജടിലമായ വാദം എന്താണെന്ന് വെച്ചാൽ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയും വർഷങ്ങൾ മുൻപ് നടന്ന ഒരുപാട് സംഭവങ്ങൾ, പ്രവാചകന്മാരുടെ കഥകൾ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും അസ്ഹാബുൽ കഹ്ഫിൻ്റെ അടക്കമുള്ള ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ അറിയാൻ ഒരു വഴിയില്ല. കാരണം എഴുതി വെക്കുന്ന ഒരു സമ്പ്രദായം ഒന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്? അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സംഭവങ്ങളൊന്നും കിട്ടാൻ ഒരു സാധ്യതയില്ല. പിന്നീട് ഈ നടന്ന സംഭവങ്ങളൊക്കെ അന്ന് ബഹീറ ആ മഠത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് എന്നതാണ് ഇന്നത്തെ കാലത്ത് ചില ആളുകൾ വാദിക്കുന്ന ഒരു അബദ്ധജടിലമായ ഇസ്ലാമിൻ്റെയും പ്രവാചക വിരോധികളൊക്കെ വാദിക്കുന്ന ഒരു കാര്യം. വളരെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഈ യാത്രാവേളയിൽ ആ യാത്രാ സംഘം അവിടെ എത്തി 10-15 മിനിറ്റ്, വളരെ കുറഞ്ഞ സമയമാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ ആ ബഹീറ ഈ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിലേക്ക് തന്നെ തിരിച്ചേക്കുന്നുണ്ട്. മാത്രമല്ല 9ാമത്തെ വയസ്സിൽ എന്നൊക്കെയാണ് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ 12. ആ വയസ്സിൽ പറഞ്ഞു കൊടുത്ത ഇത്രയും ദീർഘമായ കഥകൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന് ശേഷം 40ാം വയസ്സിന് ശേഷവും അത്രയും കൃത്യമായി ഓർത്തിരിക്കുകയും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ചേർത്ത് പറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ അബദ്ധജടിലമായ ഒരു ലോജിക്കുമില്ലാത്ത വാദങ്ങളാണ് ഈ ബഹീറയുടെ സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ കാലത്തെ യുക്തിവാദികളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇസ്ലാം വിരോധികളൊക്കെ പടച്ചുവിടുന്നത്. ഒരു ലോജിക്കും ഇല്ലാത്ത വാദങ്ങളാണത്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ ആണ് എന്ന് നമുക്ക് സമ്മതിച്ചു കഴിഞ്ഞാൽ കൂടെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ചില സംഭവങ്ങൾ, ഈ സംഭവത്തെ തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളുടെ വിശ്വാസയോഗ്യതയിൽ ചില തിരുത്തലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിലേറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ എടുത്തുദ്ധരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അബൂ ത്വാലിബിനുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം അബൂ ത്വാലിബ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇസ്ലാമിൽ വിശ്വസിച്ചിട്ടില്ല. തൻ്റെ ജീവിതകാലം ഉടനീളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിക്കുക എന്നുള്ളത്. അബൂ ത്വാലിബ് തൻ്റെ മരണം വരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. അന്നത്തെ ചെറുപ്പകാലത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രവാചകനായി നിയോഗിക്കും എന്നൊരു വാർത്ത ബഹീറ പറഞ്ഞിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും അബൂ ത്വാലിബ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബൂവത്ത് കിട്ടിയപ്പോൾ അന്നേയും ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു സൂചന കിട്ടിയത് കൊണ്ട് തന്നെ പ്രവാചകരിൽ വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവം നടന്നിട്ടില്ല എന്നൊക്കെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ വാദിക്കുന്നവർക്ക് അങ്ങനെ ഒരു വാദം നടത്താനും സാധ്യമല്ല. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഈ സംഭവത്തെ എതിർക്കുന്ന പണ്ഡിതന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല, അന്ന് പ്രവാചകന്റെ കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അന്ന് കൂടെ കൂട്ടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഒരു ബന്ധവും അവർ തമ്മിലില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട് എന്നുള്ളതാണ് അതിലും വലിയ അബദ്ധം. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹു അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. അവരെക്കാൾ എത്രയോ വയസ്സ് കുറഞ്ഞ ആളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അപ്പോൾ
ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പല പണ്ഡിതന്മാരും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി നടന്നതാണ് എന്നെങ്കിൽ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പല ഗ്രന്ഥങ്ങളിലും എടുത്തുദ്ധരിക്കുന്നത്. അഥവാ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരാൻ പോകുന്ന സമൂഹത്തിനുള്ള ലോകത്താകമാനം നിയോഗിക്കപ്പെടുന്ന പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് നമുക്ക് ഈ സംഭവത്തെ കാണാൻ സാധിക്കും. മാത്രമല്ല, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഖുറൈശികൾ പോലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇങ്ങനെ യാത്ര പോയ ഖുറൈശികൾ പോലും ഈ ഒരു വാദം പിന്നീട് പറഞ്ഞിട്ടില്ല. കാരണം പ്രവാചകൻ അന്നത്തെ കാലത്തെ പഴയ പ്രവാചകന്മാരുടെ കഥകളൊക്കെ ഈ ബഹീറ പറഞ്ഞു കൊടുത്തതാണ് എന്നുള്ള വാദം അന്ന് ജീവിച്ചിരുന്ന ഖുറൈശികൾ പോലും വാദിച്ചിട്ടില്ല. അതിൽ ഏറ്റവും വളരെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വാദിക്കുന്ന പലരും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈശവ വിവാഹം, അതുപോലെ തന്നെ ബഹുഭാര്യത്വമൊക്കെ ഇന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെയും കാലത്തിൻ്റെയൊക്കെ പെരിമീറ്ററുകൾ വെച്ച് നമ്മൾ അളക്കുമ്പോഴാണ് അത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. അന്നത്തെ കാലത്ത് അവർക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റം പറയാൻ ഒരു കാര്യവും ഇല്ലാത്തത് കൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണക്കാരനാണ്, ബുദ്ധിക്ക് മോക്ഷം സംഭവിച്ച ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വാദങ്ങൾ അച്ചടിച്ചിരുന്നത്. കാരണം അത്രത്തോളം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറ്റപ്പെടുത്താൻ അവർക്ക് ഒരു കാരണങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആ സംഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിനുള്ള വലിയ തെളിവായിരുന്നു ആ ബഹീറയുടെ സംഭവം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പിന്നീട് ആ ബാല്യകാലത്തിൽ നിന്നിങ്ങനെ മുന്നോട്ട് പോവുകയാണ്.